കഴിഞ്ഞ ദിവസം പെരിയാറിൽ സംഭവിച്ച മത്സ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ PCB ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഷട്ടർ ഒരു മുന്നൊരുക്കവും പരിശോധനയുമില്ലാതെ തുറന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കണം. വലിയ തോതിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ രാസമാലിന്യങ്ങളും ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് PCB ഒരു സൂചനയും നൽകിയിരുന്നില്ല. പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സ്യക്കുരുതിക്ക് PCB നിരത്തുന്ന ന്യായങ്ങൾ വിശ്വസനീയമല്ല. ആയതിനാൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, പുഴയിലേക്ക് രാസമാലിന്യമൊഴുക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കുക, കൂട് മത്സ്യകൃഷിയടക്കം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുക, പെരിയാറിലെ മത്സ്യസമ്പത്ത് വീണ്ടെടുക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഏലൂർ വെസ്റ്റ്, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തന്നെ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഗൗരവമായ നില സ്വീകരിക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. സമരത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ്. പെരിയാറിന്റെ പ്രാധാന്യം പ്രസംഗിക്കേണ്ട കാര്യമില്ല. 2-3 ജില്ലകളുടെ ലൈഫ് ലൈനാണ്. ഈ പ്രദേശങ്ങളിലെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നതാണ് പെരിയാർ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെരിയാർ തനതായ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. തനതായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വലിയ കൂട്ടായ വീഴ്ചയുടെ ഫലമായി പെരിയാർ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുർബലമെന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് സമഗ്രതയുള്ള അർത്ഥതലങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാനുള്ള സമയമല്ല. ഒരു ഘടകം ആഗോള താപനമാണ്. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണെന്ന് തോന്നുമെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ KB സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. KB വർഗീസ്, AD സുജിൽ, PM മുജീബ് റഹ്മാൻ, PA ഷിബു, TV ശ്യാമളൻ, PA ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഏലൂരിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സെമിൻ ലാൽ.